പറഞ്ഞ ദീപ ഉടമ്പടി പ്രാർത്ഥനയെക്കുറിച്ച് പരാമർശിച്ചിരുന്നത്. എന്നോട് പലരും ചോദിക്കും എന്താണ് ഉടമ്പടി എന്ന്. ശരിക്കും ഈ അടുത്ത കാലത്ത് ഇവിടുത്തെ ഈ കൃപാസനം ധ്യാന കേന്ദ്രത്തിന് ദൈവം നൽകിയ ഒരു കാരിസമാണത്, ഉടമ്പടി പ്രാർത്ഥന. അതായത് ബൈബിള് മുഴുവനും ഒരു ഉടമ്പടി പുസ്തകമാണ്. ദൈവം മനുഷ്യനോട് ഇടപെട്ട കാലങ്ങളിലെല്ലാം ആ ബന്ധം സാർത്ഥകമാക്കിയതും ശക്തമാക്കിയതും ഉടമ്പടിയിലൂടെയാണ്. അത് നോഹിൻ്റെ കാലത്തുണ്ട്, എബ്രഹാത്തിൻ്റെ കാലത്തുണ്ട്, മോസസിൻ്റെ കാലം വരുമ്പോൾ ആ ഉടമ്പടിക്ക് രണ്ട് ഘടന തിരിയുന്നുണ്ട്. അതായത് ദൈവം സീനായി മലമുകളിൽ നിന്ന് ആവശ്യപ്പെട്ടതെല്ലാം, കർത്താവ് ഞങ്ങളോട് പറഞ്ഞതെല്ലാം ഞങ്ങൾ നിറവേറ്റുവെന്ന് ഉടമ്പടി മലയുടെ സീനായി മലയുടെ താഴ്വാരങ്ങളും ജനങ്ങൾ പറയും. അത് പുറപ്പാടിൻ്റെ 19-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലുണ്ട്. ശരിക്കും അമ്മയുടെ കാലം വരുമ്പോഴേ ഒരു കന്യ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന് ദൈവം 3-ാമത്തെ ഉടമ്പടിയാണ് കർത്താവിൻ്റെ രക്ഷാകര മനുഷ്യാവതാരത്തേക്ക് പരാമർശിച്ചുകൊണ്ട് ഐസയ നൽകുന്നത്. മനുഷ്യാവതാരത്തിന് ശേഷം അമ്മ ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുന്നത് കാനായിലെ കല്യാണത്തിൽ വെച്ചാണ് ആദ്യ അടയാളം കാണിക്കുന്നത്. അവിടെയും അമ്മ പറയണത് ആ പഴയ 19:8 തന്നെയാണ്. എന്താണ്? അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ. അപ്പോൾ ദൈവം പറഞ്ഞതുപോലെ ചെയ്യുക എന്നുള്ളത് അതിൽ വിശുദ്ധീകരണമുണ്ട്, ശക്തീകരണമുണ്ട്. ദൈവം പറഞ്ഞിട്ടുള്ള മുഴുവൻ സമ്പൂർണ്ണ ബൈബിളിനെ നമ്മൾ കാച്ചിക്കുറുക്കി ജിസ്റ്റ് എടുത്താൽ 2 ഘടകമുണ്ടാവും. ഒന്ന് വിശുദ്ധീകരിക്കുക, ദൈവം ശക്തീകരിക്കും. ദൈവത്തിൻ്റെ ശക്തീകരണമെല്ലാം വാഗ്ദാനങ്ങളാണ്. വാഗ്ദാനങ്ങളെല്ലാം നമ്മൾ പ്രാപിക്കേണ്ടതാണ്. അതാണ് നിയമാവർത്തനം 28:1 അങ്ങയുടെ വചനം പാലിച്ചാൽ നിൻ്റെ അപ്പക്കൊട്ടകൾ നിറയുമെന്ന് പറയുന്നതും ആലയിൽ ആട് അറ്റുപോകത്തില്ലെന്ന് പറയുന്നതും ഭൗതികമായ സമൃദ്ധി ഉണ്ടാകണമെന്ന് പറയുന്നത്. ഈ ഭൗതികമായ സമൃദ്ധി ഒരു പ്രധാനപ്പെട്ട ബൈബിൾ വിഷയമാണ്. ഭൗതിക സമൃദ്ധിയിലാണ് ഈശോ ആദ്യത്തെ അടയാളം എല്ലാം കാണിക്കുന്നത്. ആദ്യ അടയാളമായ കാനായിലെ കല്യാണം പോലും ഭൗതിക സമൃദ്ധിയാണ്. ഭൗതിക സമൃദ്ധിക്ക് 2 കാര്യങ്ങൾ വേണം. എന്താണ് ഭൗതിക സമൃദ്ധി അഥവാ അനുഗ്രഹം ഉണ്ടാകണം? എങ്ങനെയാണ്? ഒന്ന് കാലത്തിൽ, രണ്ടാമത് സ്ഥലത്തിൽ. ഒരു ഭൗതിക സമൃദ്ധി അല്ലെങ്കിൽ ബ്ലെസ്സിങ് ഉണ്ടാകണമെങ്കിൽ 2 ഘടന വേണ്ട. ഒന്നെങ്കിൽ സ്ഥലം വേണം, രണ്ടാമത്തത് സമയം വേണം. ഈ സ്ഥലത്തിൻ്റെ മേലും അതുപോലെ തന്നെ സമയത്തിൻ്റെ മേലും പരിശുദ്ധ അമ്മയുടെ ആ അധികാരം, ദൈവം കൊടുത്ത അധികാരത്തെ സമ്പൂർണ്ണമായിട്ട് സുവിശേഷ വിഹിതമായിട്ട് പ്രയോജനപ്പെടുത്തി വിശ്വാസ വിഷയമായി, പ്രാർത്ഥന വിഷയമായിട്ട് ആത്മവിശുദ്ധീകരണത്തിലൂടെ ദൈവിക ശക്തീകരണം സാധിക്കുന്ന ഒരു പ്രാർത്ഥനാ രൂപമാണ് ഉടമ്പടി. സ്ഥലം എന്നിപ്പോൾ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയം, അതായത് നിൻ്റെ ഭൗതിക സാഹചര്യം, അതിൻ്റെ സ്ഥലം ഫിക്സ് ചെയ്യണത് ആരാണ്? കാനായിലെ കല്യാണത്തിൽ തന്നെ ആ കാനായാണോ അനുഗ്രഹം നടത്തേണ്ടത്, ബെത്ലഹേമാണോ ഗലീലിയാണോ എന്ന് ആരാ തീരുമാനിക്കേണ്ടത്? അമ്മയാണ് തീരുമാനിക്കുന്നത്. അമ്മയാണ് പറയുന്നത് കാനായിലാണ് ആദ്യ അത്ഭുതം നടക്കേണ്ടത്. സ്ഥലം നിശ്ചയിക്കണത് ആരാ? അമ്മയാണ്. സ്ഥലം നിശ്ചയിച്ച് കഴിയുമ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി അതിൻ്റെ ബ്ലെസ്സിങ്സിൻ്റെ അടിസ്ഥാന സ്ഥിരയായ ആധാര സ്ഥലം നിശ്ചയിച്ച് കഴിഞ്ഞു. അപ്പോൾ പിന്നെ അടുത്ത എന്താ? സമയമാണ്. അമ്മ പറയും എൻ്റെ സമയം ഇനിയും ആയില്ലല്ലോ എന്ന് പറയും. സമയമായില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ സമയവും നിശ്ചയിക്കും. ടൈം ആൻഡ് സ്പേസ് ഒരു ബ്ലെസ്സിങ്ങിൻ്റെ ഭൗതികമായ ആധാരമാണ്. ഘടനകൾ സമയവും നിശ്ചയിക്കും. പിന്നെ ഈശോ അത് ചേഞ്ച് ചെയ്യത്തില്ല. അതായത് ദൈവത്തിൻ്റെ ഭൗതിക അനുഗ്രഹ ഇടപെടൽ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയവും സ്ഥലവും നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് ഭൗതികമായ സാഹചര്യം നിർണ്ണയിക്കാനുള്ള സ്വയം നിർണ്ണായകമായ അധികാരമാണ് അമ്മ കൊടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? മനുഷ്യാവതാരത്തിൽ അമ്മ മികച്ച പങ്കാളിയായതുകൊണ്ടാണ്. അതായത് അമ്മ ദൈവത്തിൻ്റെ രക്ഷാകരമായ മനുഷ്യാവതാരത്തിൽ മനുഷ്യൻ്റെ ഭൗതികമായ പങ്കാളിത്തം അമ്മയുടേതാണ്. അതുകൊണ്ടാണ് ഭൗതിക സാഹചര്യങ്ങളുടെ മേലെ അമ്മയ്ക്ക് അധികാരം കിട്ടുന്നത്. മനുഷ്യൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്ഥലം നിശ്ചയിക്കാൻ, സമയം നിശ്ചയിക്കാൻ. അത് നമ്മൾ ഏറ്റെടുത്തിട്ട് അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്നുള്ള ഉടമ്പടി വചനം അമ്മയുടെ പ്രകാരം നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതനുസരിച്ച് ദൈവം ശക്തീകരിക്കപ്പെടും. അതാണ് ദീപയിലൂടെ
ഇനി വരാൻ പോകുന്ന അനേകം സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ അനുതപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുമെന്ന് ഐസയ 18:1 പറയുന്നുണ്ട്. അതുതന്നെ അതുപോലെ തന്നെ നിങ്ങൾ പശ്ചാത്തപിക്കുമെന്ന് നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ജോഷുവ 3:5 പറയുന്നുണ്ട്. കർത്താവ് സക്കേവൂസ് ഭവനത്തിലേക്ക് ചെന്നപ്പോൾ ഇന്നീ ഭവനത്തിന് രക്ഷകൈ വന്നിരിക്കുന്ന ഈശോ പറയണത് സക്കേവൂസ് അനുതപിച്ച് കഴിഞ്ഞപ്പോഴാണ്. പക്ഷേ അത് ഇന്നാണ്. അത് ഈശോയുടെ കാലം വന്നപ്പോൾ അനുഗ്രഹം ഇന്നായി, അത്രയും സ്പീഡായി. നാളെയല്ല, ജോഷുവയുടെ കാലത്ത് നാളെയായിരുന്നു അനുതാപത്തിന് അനുഗ്രഹം. ഈശോ അനുതാപത്തിന് പാപത്തിന് പശ്ചാത്താപം ചെയ്തിരുന്ന രക്ഷാകരമായ യുഗം വന്നപ്പോൾ ഈശോയുടെ നാമത്തിൽ ഇന്നായി. ഈശോ മനുഷ്യൻ്റെ ഭൗതിക സാഹചര്യങ്ങളുടെ മേൽ അമ്മയ്ക്ക് അധികാരം കിട്ടിയപ്പോൾ ഇപ്പോഴായി. അതാണ് സഭ പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധ മറിയം തമ്പുരാൻ്റെ അമ്മേ, ഇപ്പോഴും ഞങ്ങളുടെ മണ്ഡസമയത്ത്, ഇപ്പോഴും അത് സഭയുടെ ഒരു വലിയൊരു വിശ്വാസമാണ്. അതായത് നമ്മുടെ വർത്തമാന കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോ അധികാരം കൂടെ. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോഴവർക്ക് വീഞ്ഞില്ല, അതാണ് അമ്മ പറയണത്, അവർക്ക് വീഞ്ഞില്ല. അതുകൊണ്ടാണ് ആ വീഞ്ഞ് ലഭിക്കാനുള്ള, അനുഗ്രഹം ലഭിക്കാനുള്ള നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയം, ആ സ്ഥലം അമ്മ ഫിക്സ് ചെയ്തു, ആ സമയം അമ്മ ഫിക്സ് ചെയ്തു. അമ്മയ്ക്ക് ഭൗതിക സാഹചര്യത്തിന് മേലുള്ള ദൈവികമായ അധികാരത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സ്വയം വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമ്പോൾ അനുഗ്രഹം പ്രാപിക്കുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. ഉടമ്പടി പ്രാർത്ഥനയിലൂടെ അനേകം മക്കളാണ് ഓരോ ദിവസം വിശുദ്ധീകരിക്കപ്പെടുന്നത്. സഭ തന്നെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ ദൈവതിരുസേന വിശുദ്ധീകരിക്കുവാനും ദൈവതിരുസേന ശക്തി പ്രാപിക്കുവാനും സ്ഥലവും സമയവും ദൈവത്താൽ ക്രമീകരിക്കപ്പെടാൻ ഈ ശുശ്രൂഷയിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ഈശോയെ, ഞങ്ങൾ കേട്ട വചനങ്ങളിലൂടെ ഞങ്ങളെ വിശുദ്ധീകരിക്കുവാനും സഭയെ വിശുദ്ധീകരിക്കുവാനും കുടുംബങ്ങളെ ശക്തീകരിക്കുവാനും പരിശുദ്ധ അമ്മയുടെ സുവിശേഷ സമീപനങ്ങൾ, സുവിശേഷ വിശ്വാസ സമ്പ്രദായങ്ങൾ ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി മാറുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.